ശരി, അപ്പൊ നമുക്ക് നേരെ പോകാം തൃശൂർ വടക്കാഞ്ചേരിയിലേക്ക്. അവിടെ ലീഗ് സ്വതന്ത്രൻ LDF-ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നാണ് ആരോപണം. ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച EU ജാഫറിന്റെ പേരിലുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത്. തനിക്ക് പണം ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫയോട് സംസാരിച്ച സംഭാഷണം എന്ന പേരിലാണ് ശബ്ദരേഖ പ്രചരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞളിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. എന്തായാലും ജാഫർ ചതിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫയുടെ പ്രതികരണം. ധൈര്യമുണ്ടെങ്കിൽ CPM ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് മുസ്തഫ പറഞ്ഞു. പ്രിയമുള്ളവരെ, വടക്കാഞ്ചേരി ബ്ലോക്ക് വരവൂര് ഡിവിഷനിൽ നിന്നും വിജയിച്ച് രാജിവെച്ച ജാഫർ ഇന്നലെ പറയുകയുണ്ടായി, ഞാൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഒരുപാട് വോയിസുകളും കാര്യങ്ങളും തെളിവുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം, കഴിഞ്ഞ ദിവസം CPM-ന്റെ ഒരു നേതാവ് ജാഫറിനെ വിളിച്ച് പറയുകയാണ്, ജാഫർ, അനക്ക് എന്തെങ്കിലും അവിടെ ബുദ്ധിമുട്ടുണ്ടോ, അവിടെ ഒരു പ്രകടനമൊക്കെ നടക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ എന്നുള്ളത്. എന്തിനാണ് ആ ഒരു CPM-ന്റെ നേതാവ് അങ്ങനെ പറയുന്നത്? അതുപോലെ തന്നെ ഇവൻ പല ആളുകളോടും എനിക്ക് 50 ലക്ഷം രൂപ ഓഫറുണ്ട്, അതല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആവാൻ എനിക്ക് ഓഫറുണ്ട് എന്നുള്ളത് ഇവൻ ഒരുപാട് ആളുകളോട് പറഞ്ഞതിന് തെളിവുകളുണ്ട്. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇവ മാറുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വരുന്നതാണ് അന്ന് ഞങ്ങൾ വിചാരിച്ചത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം 7 ബ്ലോക്ക് മെമ്പറുമായി ഒരുമിച്ചിരുന്ന് രാത്രി 8 മണിക്കാണ് ഷാനവാസ് ജാഫറിന്റെ വീട്ടിലേക്കാക്കുന്നത്. അതുപോലെ തന്നെ വോട്ടിൻ്റെ അന്ന് ഒരുമിച്ച് ഇരുന്നിട്ട് അത്രയും ഒരു ബന്ധം നിർത്തി പോകുമ്പോൾ ഇങ്ങനൊരു ചതി അവൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതറിയാം, ആ വോട്ട് ചെയ്ത് വരുമ്പോൾ അവൻ്റെ ഒരു സന്തോഷവും CPM-ന്റെ ബ്ലോക്ക് മെമ്പർക്ക് കയ്യൊക്കെ കൊടുത്ത് വരുന്ന ഒരു ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ അത് അങ്ങനെയല്ല എന്ന് ഇനി CPM-കാർ തെളിയിക്കണം. കാരണം ജാഫർ ഇങ്ങനെ പറഞ്ഞ കാര്യവും ഈ CPM-ന്റെ നേതാവ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതും നിങ്ങൾ തെളിയിക്കണം. അതല്ല എങ്കിൽ ഒരു ദിവസം പോലും ബ്ലോക്ക് പ്രസിഡന്റായിട്ട് ആ കസാലയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയില്ല. ഒരു വെല്ലുവിളി പോലെ ഞങ്ങൾ പറയുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണെങ്കിൽ ജനങ്ങളിൽ ഇതിൽ വിധി എഴുതും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒന്നില്ല എങ്കിൽ ജാഫർ 50 ലക്ഷം രൂപ CPM ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ അവനോട് തെളിയിക്കണം. ഇത് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി നടരാജ് പരശുറാമാണ് ചേരുന്നത്. നടരാജ, ജാഫർ ലീഗ് സ്വതന്ത്രനായിരുന്നു, പക്ഷെ 50 ലക്ഷം രൂപ LDF കോഴ വാഗ്ദാനം ചെയ്തു. അതിന് പിന്നാലെ അത് വാങ്ങി LDF-ന് വോട്ട് ചെയ്തു. പിന്നാലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDF-ന് കിട്ടി എന്നതാണല്ലോ കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിന്റെ ഫോൺ സംഭാഷണം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ജാഫറോ CPM-ഓ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ദിവ്യ, ജനാധിപത്യത്തിന്റെ പലതരത്തിലുള്ള അട്ടിമറികൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെയും അങ്ങനെയാണോ സംഭവിച്ചത് എന്ന ചോദ്യം ഉയർത്തുന്ന ചില ഡെവലപ്മെന്റ്സ് ആണ് നടക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ 14 സീറ്റാണുള്ളത്. ഇരു മുന്നണികൾക്കും 7 സീറ്റ് വീതമായിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ജാഫറിന്റെ വോട്ട് ഇടതുമുന്നണിക്ക് പോകുന്നു. ഇടതുമുന്നണിയിലെ പ്രതിനിധി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ പങ്കെടുത്തിട്ടുമില്ല. അതും ഇടതുപക്ഷത്തിന് അനുകൂലമാവുന്നു. മൊത്തത്തിൽ ഇത് പണം വാങ്ങിയിട്ടാണ് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിന് തെളിവായി ജാഫറും വരവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുസ്തഫയും തമ്മിലുള്ള സംഭാഷണം കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ജാഫർ പറയുന്നത് കേട്ടാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും. അതായത് 50 ലക്ഷത്തിന്റെ ഓഫറാണ്, ചില്ലറ കാര്യമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയാണ് അതല്ലെങ്കിലുള്ള ഓഫർ, ഇതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. 50 ലക്ഷം രൂപയുടെ ഓഫറാണ്, ലൈഫ് സെറ്റിലാവും എന്നൊക്കെ തന്നെ അദ്ദേഹം ആ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നതാണ്
നമ്മൾ കേട്ടിട്ടുള്ളത്. പണം കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ലെങ്കിൽ തനിക്കും പണം ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു. അനിൽ അക്കര ഇത് സംബന്ധിച്ച് വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ജനാധിപത്യത്തിൻ്റെ അട്ടിമറി എന്ന് പലപ്പോഴും പറയുന്ന രീതിയിലാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ടി വരിക. കാരണം വലിയ രീതിയിലുള്ള പണം ഇടപാട് നടത്തുക വഴി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം LDF പിടിച്ചെടുത്തുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. ജാഫറിനെ കണ്ടെത്താനായിട്ടില്ല, ജാഫർ സ്ഥലത്തില്ല, അദ്ദേഹം മുങ്ങിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ വരവൂർ ഭാഗത്തുള്ള വീട്ടിൽ നിന്നും തന്നെ അദ്ദേഹമില്ല. കുറച്ച് ദിവസങ്ങളായി തന്നെ അദ്ദേഹം അവിടെ ഇല്ല എന്നാണ് പ്രദേശവാസികളിൽ നിന്നും മനസ്സിലാക്കുന്നത്. CPM ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രാവിലെയോടുകൂടി ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നാണ് കരുതുന്നത്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായി ആഞ്ഞടിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിൽ നടപടി ഉണ്ടാവണം, സത്യം പുറത്തു വരണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും 10 മണിക്ക് ശേഷം കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഇത് വരും ദിവസങ്ങളിലും പൊട്ടിത്തെറികൾക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പണം വാങ്ങിക്കൊണ്ട് വോട്ട് അട്ടിമറിച്ച് ഭരണത്തിൽ CPM കയറി എന്നുള്ള ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് നിൽക്കുന്നു. അതിന് ലീഗ് സ്വതന്ത്രനെ കരുവാക്കി എന്നുള്ള ആരോപണമാണ് നിൽക്കുന്നത്. ഇയാൾക്കെതിരെ നേരത്തെ തന്നെ വോട്ട് തെറ്റിച്ചതിന് ലീഗ് നടപടിയെടുത്തിരുന്നു. പിന്നീട് ഇയാളുടെ പ്രതികരണം കിട്ടിയിട്ടുമില്ല. ഇക്കാര്യം ഇനി എങ്ങോട്ടാണ് പോകുന്നത്? പണമിടപാട് കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമോ? ഏത് തരത്തിൽ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. യെസ്, അതാണ് എന്തായാലും വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ജാഫറിനാണെങ്കിൽ അവിടെ സ്ഥലത്ത് കാണാനുമില്ല. അപ്പോൾ ഒന്നുകൂടി ആരോപണത്തിന് വില കൊടുക്കുന്ന തരത്തിലാണ് ജാഫർ ഇനിയിപ്പോ എങ്ങനെ സ്ഥലത്തേക്ക് വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പണം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പരസ്യമായി ഇങ്ങനെ പ്രതികരിച്ച സ്ഥിതിക്ക് ജാഫർ ഇനി വളരെ പെട്ടെന്ന് അങ്ങോട്ട് വരാനുള്ള സാധ്യത. ഇതിൽ ഇനി ഒരു വിസ്തീർണം നൽകേണ്ടത് LDF CPM തന്നെയാണ്. മാത്രമല്ല ജാഫർ